ഗായ്സ് വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ അപ്പോൾ ഗായ്സ് നമ്മളെന്തായാലും വന്നേക്കണ ഗായ്സ് അവിടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ ഞങ്ങൾക്ക് ഒരു പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ടാണ് ഗായ്സ് നമ്മളെന്തായാലും വന്നേക്കണം. ഓക്കെ അപ്പോൾ ഗായ്സ് അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്ത് അപ്പോൾ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ ആയിട്ട് എന്തായാലും എനേബിൾ ആവുന്നതാണ്. ഓക്കെ അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഇന്നെന്തായാലും ഗൈസ് നമ്മുടെ വെബ് സീരീസ് വീഡിയോയുമായിട്ടാണ് ഗൈസ് നമ്മളെന്തായാലും വന്നിരിക്കുന്നത്. ഓക്കെ അപ്പോൾ നമ്മളിന്ന് എന്തായാലും ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഗൈസ് ഇന്നെന്തായാലും ഗൈസ് വന്നേക്കണത്. ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോകളൊക്കെ നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അപ്പം നമുക്ക് എന്തായാലും വീഡിയോകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അപ്പം ലെറ്റ്സ് ഗോ സ്റ്റാർട്ട് ഗൈസ്. ഓക്കെ ഗായ്സ് എന്തായാലും ഇവിടെ ഇപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും രാവിലെ തന്നെ എണീറ്റ് കംപ്ലീറ്റ്ലി ഫ്രഷ് ആയിട്ടൊക്കെ ഞാൻ എന്തായാലും നിൽക്കുകയാണ്. ഓക്കെ ഞാൻ എന്തായാലും വേറെ ലെവലായിട്ടൊക്കെ തന്നെ എന്തായാലും നിൽക്കുകയാണ്. ഓക്കെ ഞാൻ ഇവിടെ കുറച്ച് നേരം എന്തായാലും PC-യിൽ ഗെയിമുകളൊക്കെ കളിച്ചിട്ട് കുറച്ച് നേരം TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലേക്ക് ഭയങ്കര ബോറടി കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്നാണ് ഗായ്സ് നമ്മളൊരു സംഭവം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോവുകയാണ്. അതെന്താണ് സംഭവം എന്ന് ഞാൻ എന്തായാലും പറഞ്ഞെന്തായാലും തരാം. ഇന്നെന്തായാലും ഗായ്സ് നമ്മളെന്തായാലും കുറേ വണ്ടികളൊക്കെ നമ്മളെന്തായാലും അടിച്ചു മാറ്റാനായിട്ട് പോകണം. എല്ലാം നല്ല സ്പോർട്സ് കാറുകളും കാര്യങ്ങളൊക്കെ ആണ്. അപ്പം ഈ ഒരു വണ്ടികളും എന്നും ഒരു സ്ഥലത്തല്ല, എല്ലാം പല പല സ്ഥലങ്ങളിലായിട്ടാണ്. ഇഷ്ടം പോലെ വണ്ടികളും നമ്മുടെ ഇന്ത്യയിലും എന്തായാലും ഉണ്ട് ഗൈസ്. പക്ഷേ നമുക്കെന്തായാലും ഇപ്പം എന്തായാലും കിട്ടിയിട്ടുള്ള ഇൻഫർമേഷനും എന്തായാലും 5 വണ്ടികളും ആണ്. അപ്പം ആ ഒരു 5 വണ്ടികളും എന്തായാലും ഞാൻ എന്തായാലും എടുക്കുന്നതാണ് ഗൈസ്. അപ്പം നമുക്കെന്തായാലും നേരെ അങ്ങോട്ട് എന്തായാലും പോവാം. ഓക്കെ നമ്മളെന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും ഗൈസ് നമ്മുടെ വീട്ടിലും കാര്യങ്ങളൊക്കെ നിൽക്കുകയാണ്. നമുക്കെന്തായാലും വെളിയിലോട്ട് ഇറങ്ങി എന്തായാലും പോവാം. അപ്പോൾ ഞാൻ എന്തായാലും ഇറങ്ങി പോവേണം. നമ്മുടെ വണ്ടികളും ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും നേരെ നമുക്കെന്തായാലും ഫ്രണ്ടിലോട്ട് നടന്നെന്തായാലും പോവാം കേസ്. ഇവിടെ സ്വിമ്മിംഗ് പൂളാണ്. രാവിലെ തന്നെ എണീറ്റ് കുളിച്ചൊക്കെ ഫ്രഷായിട്ടൊക്കെ നിൽക്കുകയാണ് കേസ്. അതുകൊണ്ട് തന്നെ ഇനി സ്വിമ്മിംഗ് പൂളിൽ കുളിക്കണ്ട. ഓക്കെ അപ്പം നമുക്കെന്തായാലും നമ്മുടെ മെഷീനും കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മുടെ മെഷീൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മുടെ കാർ സ്റ്റീലിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടികൾ അടിച്ചും മാറ്റണം. നമ്മുടെ അനിയത്തി ഒന്നും പോയിട്ടില്ല, അവളിവിടെ തന്നെ ഉണ്ട്. 2-3 ദിവസം ഇവിടെ നിന്നിട്ടുണ്ട്. ഞാൻ വണ്ടികളൊക്കെ അറേഞ്ച് ചെയ്തിട്ടിട്ടുണ്ട്. നമ്മുടെ ബൈക്കെല്ലാം നമ്മൾ ഇങ്ങോട്ട് മാറ്റിയിട്ടാണ്. നമ്മളെല്ലാം നല്ല പെർഫെക്റ്റായിട്ട് ഓരോ സ്റ്റൈലിലൊക്കെയാണ് പാർക്ക് ചെയ്തേക്കണം. പിന്നെ സൈക്കിളൊക്കെ വെളിയിലൊരു സ്റ്റൈൽ വെച്ചിട്ടുണ്ട്. പിന്നെ GTR ഇവിടെ ഇട്ട് നമ്മുടെ താർ സ്കോർപ്പിയോ ഫ്രണ്ട് ഇട്ടൊക്കെ, അത് 2 മഹീന്ദ്രയുടെ വണ്ടിയാണല്ലോ, അതുകൊണ്ട് അത് 2 ഞാൻ ഫ്രണ്ട് ഇട്ട്. പിന്നെ നമ്മുടെ ഫെറാറി ഇവിടെ ഇട്ട് അനിയത്തിയുടെ ആ ഒരു സൂപ്പറ നമ്മൾ ഇങ്ങോട്ട് പാർക്ക് ചെയ്തിട്ട് അവളെ പുതിയ നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുത്ത ആ ഒരു ലംബോർഗിനി നമ്മൾ ഇങ്ങോട്ടിട്ട്. ഇതേപോലത്തെ ഒരു ലംബോർഗിനി ഉണ്ട്. നമ്മളിപ്പോൾ അടിച്ചു മാറ്റാൻ പോണേന് ഇതേപോലത്തെ ഒരു സെയിം ലംബോർഗിനി ഏതെങ്കിലും ഉണ്ട്. ഇത് സീനായിട്ടുള്ളൊരു ലംബോർഗിനിയാണ്. സ്പെഷ്യലാണ്. അപ്പോൾ നമുക്കെന്തായാലും നമ്മുടെ സ്റ്റീലിങ് ചെയ്യാം. പക്ഷെ നമ്മൾ സ്റ്റീലിങ് എന്തിന് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കണത്. ഇന്നെന്തായാലും തിങ്കളാഴ്ച കാര്യങ്ങളൊക്കെയാണ്. ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് കോളേജ് കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ട്. അപ്പോൾ മിക്കവാറും കോളേജിൻ്റെ ഫ്രണ്ടിൽ വല്ല വണ്ടികളോ അങ്ങനെ വല്ലതും കാണുമായിരിക്കും. എന്തെങ്കിലും സൈക്കിളോ അങ്ങനെ വല്ലതും കാണുമായിരിക്കും. സൈക്കിളായാലും മതി. നമുക്കത് വെച്ച് പോയി അടിച്ച് മാറ്റിയിട്ട് വരാം. എന്തെങ്കിലും കാണാതിരിക്കത്തില്ല. ഓക്കെ ഗായ്സ്, ഇവിടെ ഇഷ്ടം പോലെ സൈക്കിളുകൾ നമ്മുടെ കോളേജിൻ്റെ ഫ്രണ്ടിലുകളൊക്കെ ഇരിപ്പുണ്ട്. നമുക്കതും അടിച്ചുകൊണ്ട് പോകാം. എപ്പോഴും സൈക്കിള് ഉപയോഗിക്കുന്നത് നല്ലതാണ്. കൈയും കാലൊക്കെ നല്ല പവറൊക്കെ കിട്ടും. നമ്മൾ ഓടിക്കണം, നല്ലതാണ്. ഇതെന്താണ് ഇവിടെ ബൈക്കോ കാറോ ഒന്നുമില്ല, ഒള്ളി സൈക്കിളാണ്. ഇവിടെ കുറേ സൈക്കിളും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. നമുക്ക് ഈ റെഡ് സൈക്കിൾ എടുക്കാം. ഏത് സൈക്കിളായാലും മതി. ശരി, പച്ചയെങ്കിൽ പച്ച ഇരിക്കട്ടെ, കുഴപ്പമില്ല. റെഡ് നമ്മളതിൽ ഉള്ളതല്ലാണ്ട് നമ്മളത് ഓടിച്ചിട്ടുണ്ട്. നമുക്ക് പച്ച എടുക്കാം.
ഓക്കെ, നമ്മളങ്ങനെ പച്ച സൈക്കിളുകളൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കിതും കൊണ്ട് നേരെ ആ ഒരു ലൊക്കേഷനിലോട്ടോ. ഓക്കെ ഗായ്സ്, ഇവിടെ ഒരു എവിടെയൊക്കെ മറിഞ്ഞിടക്കാണ്. ഇതൊന്നും പറ്റി ഇടിച്ചതാ. എനിക്കങ്ങനെ ഇറങ്ങടാ. ഓക്കെ, ഒരു ഓടിങ്ങളൊക്കെ അവിടെ ഇടിച്ചിടപ്പുണ്ട്. അതവിടെ കിടക്കട്ടെ. നമുക്ക് നേരെ ഫ്രണ്ടിലോട്ട് പോവാം. അതുമല്ല വണ്ടി വല്ല വന്ന് ഇടിച്ചായിരിക്കും. ഓക്കെ ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷനുകളൊക്കെ ഇവിടെ എത്തിയിട്ട് എന്തെങ്കിലും ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ലൊക്കേഷനുകളൊക്കെ ഇതാണ്. ഇതെന്ന് വെച്ചാൽ ഒരു വലിയൊരു കമ്പനിയാണ്. ഓക്കെ, ഈ കമ്പനിയുടെ ഓണറിൻ്റെ ആണ് ആ കിടക്കണ കാറുകളൊക്കെ. അതെന്ന് വെച്ചാൽ ഒരു ഗ്രീൻ കളർ GTR ആണ്. നമ്മുടെ സൈക്കിളും ഗ്രീനും പിന്നെ ഇതും ഗ്രീനും. ഓക്കെ, നമുക്ക് ഈ സൈക്കിളും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് വെച്ചിട്ട് വരാം. ഓക്കെ, നമ്മുടെ സൈക്കിളൊന്നുമല്ലല്ലോ, വല്ലവൻ്റെ സൈക്കിളല്ലേ കോളേജിലുള്ള. ഇവിടെ ഇരിക്കട്ടെ, സൈക്കിളൊക്കെ അവിടെ കിടക്കട്ടെ. നമുക്കെന്തായാലും നൈസായിട്ട് ഗണ്ണെടുത്തു പതുക്കെ പതുക്കെ പോവാം. മിക്കവാറും ആൾ കാണാനായിട്ട് ചാൻസ് ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ. വലിയൊരു കമ്പനിയാണ്. ഓക്കെ, നമുക്കെന്തായാലും നൈസായിട്ട് ഫ്രണ്ടിലോട്ട് പതുക്കെ എന്തായാലും നടന്നെന്തായാലും പോവാം. ഓക്കെ, നമുക്ക് നൈസായിട്ട് ഇവിടെ എന്തായാലും ഹൈഡായിട്ട് നിൽക്കാം. എന്നിട്ട് നമുക്ക് നൈസായിട്ട് ഇവിടെ നോക്കാം. ഓക്കെ, എൻ്റെ മോനെ ഗൈസ്, ഇതാണ് ഗൈസ് അവിടെ വണ്ടികളൊക്കെ നമുക്ക് അടിച്ചായിട്ടുള്ള ഫസ്റ്റ് വണ്ടികളൊക്കെ ഇതാണ്. ഓക്കെ, ഇത് അടിച്ചു മാറ്റിയിട്ട് വേണം നമുക്ക് ബാക്കി വണ്ടികൾ അടിച്ചു മാറ്റാനായിട്ട്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ആരും തന്നെ ഇല്ലെന്ന് തോന്നണം. ഓക്കെ, ഇവിടെ ഇപ്പോൾ എൻ്റെ കണ്ണിൽ പക്ഷേ ആരും ഇല്ല. ഓക്കെ, നമുക്ക് കാര്യം ചെയ്യാം. നമുക്ക് ഈ വണ്ടി, ഓ മാൻ, ഈ വണ്ടി ലോക്ക്. അയ്യോ, ഈ വണ്ടി ലോക്കാണ് ഗൈസ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഓക്കെ, നമുക്ക് പോയി കുഴപ്പമില്ല. നമുക്ക് ഇതിൻ്റെ കീ പോയി എടുത്തിട്ട് വരാം. മിക്കവാറും ഇതിൻ്റെ അകത്ത് കീ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമുക്കപ്പോൾ നൈസായിട്ട് ഈ ഒരു ഇതുങ്ങളൊക്കെ അടിച്ച് പൊട്ടിക്കുക. ഓ മാൻ, നമ്മൾ അടിച്ച് പൊട്ടിക്കുകയാണ്. ഓക്കെ, ഈ ലിഫ്റ്റുകളൊക്കെ ഫുള്ള് തല്ലി പൊട്ടിക്കുക. അപ്പോൾ നമുക്ക് പോയി കീ കാര്യങ്ങളൊക്കെ എന്തായാലും പോയി എന്തായാലും എടുത്തിട്ട് എന്തായാലും ഞാൻ എന്തായാലും പെട്ടെന്ന് എന്തായാലും വരാൻ ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, നമുക്ക് അങ്ങനെ കീ കാര്യങ്ങളൊക്കെ നൈസായിട്ട് എന്തായാലും കിട്ടിയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, ഫസ്റ്റത്തെ വണ്ടികളൊക്കെ ഈ ഒരു GTR-കളൊക്കെയാണ് വേറെ ലെവലാണ്. ഓക്കെ, എൻ്റെ മുന്നേ ചിലപ്പോൾ അവന്മാർ പോലീസിനെ വിളിച്ചു വരാൻ ചാൻസ് ഉണ്ടൊക്കെ. നമുക്ക് പെട്ടെന്ന് തന്നെ ഈ GTR എടുത്തുകൊണ്ട് സ്ഥലം വിടാം. ഓക്കെ ഓക്കെ, വണ്ടിയുടെ കീ കിട്ടി. ഓക്കെ, ഈ വണ്ടി പക്ഷേ പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ്. ഓക്കെ, പക്ഷേ ഈ വണ്ടി തുറക്കാനായിട്ട് കീ വേണ്ടേ. ഇതിൻ്റെ ഹാൻഡിൽ മറ്റേ ബട്ടൺ ഉണ്ട്, പക്ഷേ കീ ഉണ്ടായാലേ അത് തുറക്കും. കീ അടുത്ത് വേണം. ഓക്കെ, ഞാൻ എന്തായാലും വണ്ടികളൊക്കെ നൈസായിട്ട് അടിച്ചു പഠിക്കാം. എൻ്റെ മുമ്പ് ഇതൊരു സീന് വണ്ടിയാണ്. ഓക്കെ, നമ്മളതിലുള്ളതുപോലെ തന്നെയാണ്. ഓക്കെ ഓക്കെ, ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് കസ്റ്റമൊക്കെ നല്ല അടിപൊളിയായിട്ട് ഓടാണ്. ഓക്കെ, നല്ല സ്പീഡിലാണ് പോകണം. ഓക്കെ, നമുക്ക് ഇടിക്കാതെ ഓടിക്കും. ഓക്കെ ഓക്കെ, ഇത് നമ്മുടെ കയ്യിലുള്ള പോലത്തെ കൂടിയ മോഡലാണെന്ന് തോന്നുന്നു. നല്ല സ്പീഡ് കാലൊക്കെ ഇതിനുണ്ട്. ഓക്കെ, എന്നാൽ ഞാൻ എന്തായാലും നൈസായിട്ട് നമ്മുടെ ഈ ഒരു ഏതാണ് GTR കൊണ്ട് നേരെ വീട്ടിൽ വന്നിട്ടുണ്ട്. അയ്യോ, തട്ടാതെ എടുക്കുക. ഓക്കെ, നമുക്ക് അകത്തോട്ട് കയറിയിട്ട് ഇതുവരെയായിട്ട് പോലീസൊന്നും വന്നിട്ടില്ല. പോലീസ് വരാത്തത് നമ്മുടെ ഭാഗ്യം. ഓക്കെ, നമുക്കൊരു കാര്യം ഇതിനടുത്ത് അങ്ങ് ഇങ്ങോട്ടിടാം. ഓക്കെ ഓക്കെ ഗായ്സ്, നമ്മളങ്ങനെ ഫസ്റ്റ് അടിച്ചു പറ്റിയ വണ്ടികൾ ഇതാണ്. ഓക്കെ, നമുക്ക് ആ സൈക്കിളുകളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കും. ഓക്കെ, നമുക്കെന്തായാലും ഫസ്റ്റ് അടിച്ചു പറ്റിയ വണ്ടികളൊക്കെ ഇതാണ്. ഓക്കെ, നമുക്കിപ്പോൾ നൈസായിട്ട് എന്തായാലും ഇതെന്തായാലും ഇവിടെ പാർക്ക് ചെയ്തിടാം. ഓക്കെ, നമ്മളങ്ങനെ അതെന്തായാലും അവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ആ സൈക്കിൾ എടുത്തങ്ങ് മാറ്റിക്കളയാം. ഓക്കെ, സൈക്കിൾ ഇങ്ങോട്ട് വെച്ചേക്കണം. നമുക്ക് ഇനി ഈ വണ്ടികൾ ഞങ്ങൾക്ക് ഇഷ്ടം പോലെയാണ്. നമുക്ക് സൈക്കിളൊക്കെ അങ്ങ് എടുത്ത് അങ്ങ് സ്പീഡിലോട്ട് അങ്ങോട്ട് എന്തായാലും മാറ്റി വയ്ക്കും. ഓക്കെ, നമുക്ക് ഒട്ടും തന്നെ ടൈം കളയാനായിട്ടില്ല. നമുക്ക് പെട്ടെന്ന് എല്ലാ കാറുകളും പോയി അടിച്ചു തരാം. ഓക്കെ, നമുക്ക് 5 സ്ഥലത്തൊന്ന് 5 കാറുകൾ അടിച്ചു തരാം. നമ്മളിപ്പോൾ ഒരെണ്ണം അടിച്ചു തരാം. ഇനി നമുക്ക് 4 കാറും കൂടെ അടിച്ചു തരാനായിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇതെന്തായാലും എനിക്ക് ലെസ്റ്ററുകളൊക്കെ തന്ന ഒരു ഇതാണ്. ഓക്കെ, ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം എടുത്തിട്ട് ഞാൻ ബാക്കി എല്ലാം വെക്കുന്നതാണ്. ഓക്കെ, ഞാൻ ഒരെണ്ണം എടുത്തിട്ട് ബാക്കി കൊടുക്കുന്നതാണ്. നമ്മളതിൽ ഇപ്പോൾ അത്യാവശ്യം കാറുകളുണ്ട്. ഓക്കെ, ബൈക്കാണ് നമ്മളതിൽ കുറവ്. ഓക്കെ, അയ്യോ ഇതൊന്നും പറ്റിയ എനിക്കിറങ്ങണ കേസ്. ഓക്കെ ഓക്കെ, നമുക്കിപ്പം സ്റ്റൈലിൽ വയ്ക്കാൻ സമയമല്ലേ. ഓക്കെ, നമുക്ക് പോയി പെട്ടെന്ന് തന്നെ ഏതാണ് നമ്മുടെ ബാക്കിയുള്ള കാറുകളൊക്കെ പോയി എടുത്തിട്ട് വരാം. ഓക്കെ ഓക്കെ, നമുക്കിപ്പോൾ ഈ സൈക്കിള് ഇവിടെ എവിടെയെങ്കിലും വയ്ക്കാം. ഓക്കെ, നീക്കിയിടട്ടെ. ഓക്കെ, നമുക്ക് പിന്നാലെ എടുത്ത് അങ്ങ് കയറ്റി വയ്ക്കാം. ഓക്കെ ഓക്കെ, നമുക്കപ്പം സൈക്കിളുകളൊക്കെ ഇവിടെ വച്ച് ഇപ്പോൾ ഫസ്റ്റ് കാറുകളൊക്കെ ഏകദേശം ഓക്കെ ഇടണം. ഓക്കെ, ഇതാണ് നമ്മുടെ കാറും കാര്യങ്ങളൊക്കെ.
ഇതിൻ്റെ അകത്ത് ആരും ഇല്ലല്ലോ. ഇനി അവസാനം പോലീസെല്ലാം വീട്ടിൽ പറഞ്ഞാൽ തീർന്നു. ഓക്കെ, ഇതിൻ്റെ അകത്ത് ആരും തന്നെ ഇല്ല. ഓക്കെ, നമുക്കപ്പോൾ ഓടി നേരെ അടുത്ത കാറുകളൊക്കെ അടിച്ചു വരാനായിട്ട്. ഓക്കെ, നമുക്ക് വെളിയിൽ നിന്ന് തന്നെ വണ്ടി എടുക്കാം. ഇവിടെ ഒന്നും വേറെ വണ്ടിയോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല, അതാണ്. ഓക്കെ, ഇവിടെ സൈക്കിളുകളും ഞങ്ങൾക്ക് ഇരിപ്പുണ്ട്. അതല്ലാതെ നല്ല നല്ല വണ്ടി കിട്ടുമോ? സൈക്കിൾ ഭയങ്കര സ്പീഡ് വരും. ഓക്കെ, അവിടെ നിന്നൊരു ഓടി ഞങ്ങൾക്ക് വരണുണ്ട്, അതെടുക്കാം. ഓക്കെ, ഇത് ഒറിജിനൽ ഓഡിയോ നല്ല കേസ്. ഓക്കെ, ഓടിയുടെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഓക്കെ, നിക്ക് വണ്ടി നിർത്താതെന്തോ ഞാൻ കാണിച്ചിട്ട് നിങ്ങൾ വണ്ടി നിർത്താതെന്ത്? ഞാൻ പറഞ്ഞാണ്. ഇതാ ചേട്ടാ, ഞാൻ ഈ വണ്ടിയാണ് എടുക്കണേ. ഇനി മുതൽ ഇത് എൻ്റെ വണ്ടി. ഓക്കെ, എനിക്കൊരു അത്യാവശ്യമുണ്ട്. ഞാൻ കുറച്ചായിട്ട് ഈ വണ്ടി തരാം. ഓക്കെ. അയ്യോ, എൻ്റെ വണ്ടി എടുത്തോണ്ട് പോണോ? അയ്യോ വേണം മിണ്ടാക്കടാ. ഒരു ആവശ്യത്തിന് വണ്ടി ചോദിച്ചപ്പോൾ തരാൻ വയ്യ, എന്നെ ഇടിച്ചിടാൻ. അതുകൊണ്ടാണ് ഇങ്ങനെ വെടിവെച്ചിട്ട്. ഓക്കെ, നമുക്കപ്പോൾ ഈ വണ്ടി എടുത്തോണ്ട് പോവാം. ഓക്കെ, സത്യത്തിൽ ഈ വണ്ടിയൊന്നും എനിക്ക് വേണ്ട, ഞാൻ പിന്നെ അതുവരെ പോകാനായിട്ട് എടുത്തു. ഓക്കെ, സൈക്കിള് പോകാൻ ഭയങ്കര സ്പീഡ് വരും. ഓക്കെ, ഇത് ഓടിയുടെ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ അത്യാവശ്യം നല്ല സ്പീഡുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ലൊക്കേഷൻ ഞങ്ങൾക്ക് ഇവിടെ തൊട്ടടുത്താണ്. ആ ഒരു വർക്ക്ഷോപ്പ് പോലെ സംഭവം കാണുന്നില്ലേ, അതാണ് അടുത്ത ലൊക്കേഷനും കാര്യങ്ങളൊക്കെ. നമുക്കപ്പോൾ അവിടെ പോയി വണ്ടികളൊക്കെ അടിച്ചു മാറ്റാം. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും നേരെ അങ്ങോട്ട്. ഓക്കെ ഗായ്സ്, അത് ലെംബോർഗിനിയാണ്. ഓക്കെ, അത് ഞാൻ പറഞ്ഞാൽ ലെംബോർഗിനിയാണ്. ഓക്കെ, നമുക്കിത് ഓടികളൊക്കെ നൈസായിട്ട് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. ഓക്കെ, ഇത് വല്ലവൻ്റെ കാറാണ്. ഓക്കെ, നമുക്ക് ലെംബോർഗിനി എടുക്കണം. എൻ്റെ ആളിയ സീൻ വണ്ടിയാണ്. ഓക്കെ, ഓക്കെ, ഇത് അടച്ചിട്ടിരിക്കുകയാണ്. ദൈവമേ, ഈ വണ്ടി ലോക്കാണ്. ഇതിൻ്റെ ലോക്ക് അടിച്ച് പൊട്ടിക്കേണ്ടി വരും. വണ്ടി ലോക്കാണെങ്കിൽ തീർന്നേ. ഓക്കെ, നമുക്ക് നൈസായിട്ട് നോക്കാം. ഓ, വണ്ടി ലോക്കല്ല. നന്നായി. ഓക്കെ, ഈ സാധനം അടച്ചിട്ടിരിക്കുകയാണെങ്കിൽ അടച്ചിട്ടിരുന്നാലും കുഴപ്പമില്ല. നമ്മൾ വെഡീസ് എൻ്റെ ലോക്ക് ഓടിച്ചപ്പോൾ എൻ്റെ അകത്തുനിന്ന് കീ എടുക്കുക. വണ്ടികളൊന്നും ഞാൻ പൊട്ടിക്കില്ല, എന്നുവെച്ചാൽ വണ്ടികളൊക്കെ നല്ല വില കൂടിയതാണ്. ഓക്കെ, എൻ്റെ ലോക്കൊക്കെ പൊട്ടിച്ചാൽ പിന്നെ അത് ശരിയാക്കണം. ഓക്കെ, നമ്മളെ ലോട്ട്സ് ഓഫ് ക്യാഷൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, ഈ വണ്ടിന് ഒരു പ്രശ്നമുണ്ട്. ഇത് അധിക സ്പീഡിൽ ഓടിച്ചെവിടെയെങ്കിലും കൊണ്ടിടിച്ചാൽ പെട്ടെന്ന് പൊളിഞ്ഞു. അതുകൊണ്ട് നമുക്ക് ശ്രദ്ധിച്ചൊക്കെ ഓട്ടിക്കാൻ കേസ്. ഓക്കെ, നമ്മളെ അനിയത്തിയുടെ കയ്യിലുള്ള സെയിം വണ്ടിയാണ്. ഓക്കെ, നമുക്ക് ഇതെടുത്താലോ? ഓക്കെ, നമ്മളിതിൽ ഏതെങ്കിലും ഒന്ന് നമ്മളെന്തായാലും പേഴ്സണലായിട്ട് നമ്മൾ എടുക്കുന്നതാണ്. ഓക്കെ, ഈ കളർ പക്ഷേ നൈസായിട്ടുണ്ട്. ഈ വണ്ടിക്ക് ഈ ബ്ലൂ നല്ല ചേരുന്നുണ്ട്. ഓക്കെ, കയറ്റവർക്കൊക്കെ കയറ്റുമ്പോൾ ശ്രദ്ധിക്കണം. ഓക്കെ, പെട്ടെന്ന് പൊളിഞ്ഞു പോയി വണ്ടിയുടെ ഫ്രണ്ടൊക്കെ. ഓക്കെ, നമുക്കെന്തായാലും നേരെ ഇതും കൊണ്ട് നേരെ വീട്ടിൽ കൊണ്ടിടാം. ഓക്കെ, സെക്കൻഡ് വണ്ടി അടിച്ചാട്ടി. ഇനി 3 വണ്ടി കൂടെ ഉണ്ട്, അതും കൂടെ കഴിയുമ്പോൾ തീരും. ഓക്കെ, ഓക്കെ, നമുക്കപ്പോൾ നേരെ നമ്മുടെ വീട്ടിലോട്ടേക്ക് കയറ്റാം. ഓക്കെ, നമുക്ക് അതിലേക്കൂടെ കറങ്ങി തരാൻ പറ്റില്ല. കാരണം വെച്ചാൽ പണ്ടാണെങ്കിൽ നമുക്ക് കറങ്ങി തരാൻ പറ്റുകയാണ്, ഇപ്പം കറങ്ങി തരാൻ പറ്റില്ല. കാരണം വെച്ചാൽ കറങ്ങി വന്നാൽ വണ്ടി തട്ടും. കാരണം വെച്ചാൽ ഇപ്പം അവിടെ ഷെഡും കണക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കില്ല, അതുകൊണ്ട് കറങ്ങി വരികയാണെങ്കിൽ വണ്ടി തട്ടും. ഓക്കെ, കുഴപ്പമില്ല. ഇതിലേക്കൂടെ കയറി പോകും. അയ്യോ, ഓക്കെ ഓക്കെ ഗായ്സ്, നമ്മളങ്ങനെ അടുത്ത വണ്ടി അങ്ങനെ അടിച്ചു മാറ്റിയേക്കാണ്. നമുക്കപ്പോൾ ഇതും കൂടെ എന്നാലും ആരും GTR എടുത്തോണ്ടിടാവും. പിന്നെ ഇടിച്ച് ഇതെന്താണ്, കംപ്ലീറ്റ് ഇടിയാണല്ലോ. ഒന്നും കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ സെയിം മോഡലാണ് കേട്ടോ, അനിയത്തിയുടെ കയ്യിലുള്ള അതേ സെയിം മോഡൽ. ഓക്കെ, ഒരു വ്യത്യാസമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും ഈ വണ്ടി ഇവിടെ വയ്ക്കാം. ഓക്കെ 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 നമ്മളിങ്ങനെ സെക്കൻഡ് വണ്ടി ഇങ്ങനെ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി നമുക്ക് ഫൈറ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാം. അയ്യോ സോറി. ഓക്കെ, ഈ വണ്ടി നമുക്ക് ഫൈറ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ 2 കാറെ അടിച്ചു പറ്റി ഇപ്പോൾ ഓൾറെഡി. നമുക്ക് പോയി അടുത്ത കാറുകളൊക്കെ അടിച്ചു തരാം. നമ്മുടെ സൈക്കിളൊക്കെ ഇവിടെ ഇരിക്കുകയാണ്. ഓക്കെ, താറൊക്കെ ഇവിടെ കിടക്കുകയാണ്. ഓക്കെ, നമുക്കപ്പോൾ വെളിയിൽ പോയി ഇനി വേറെ ഏതെങ്കിലും ഒരു വണ്ടി എടുത്തോണ്ട് നേരെ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകണം. അടുത്ത ലൊക്കേഷൻ കാരണമൊക്കെ വേറൊരു കമ്പനിയാണ്. ഓക്കെ, ആ കമ്പനിയുടെ ഫ്രണ്ടിലായിട്ടൊരു വേറെ ലെവലായിട്ടുള്ളൊരു ലെംബോർഗിനി കിടക്കുകയാണ്. ഓക്കെ ഓക്കെ ഗൈസ്, ഇവിടെ നമ്മുടെ കൊനിക്സണുകളൊക്കെ വരെയാണ്. നമുക്ക് നൈസായിട്ട് ഇയാൾ നിന്നില്ലെങ്കിലേ വെടിവെക്കാം. നിൽക്കടോ. അയ്യോ എന്നാ വെടിവെക്കല്ലേ, അയ്യോ ഞാൻ ജീവിച്ചു പോട്ടെ, അയ്യോ എൻ്റെ കാറ്, ഞാൻ ആഗ്രഹിച്ചു വാങ്ങിച്ച എൻ്റെ കൊനിക്സൺ കാറ്, പോടാ അങ്ങോട്ടെ. അയാളുടെ ഒരു കൊനിക്സൺ. ഓക്കെ, ഇത് ഒറിജിനൽ കൊനിക്സൺ ഒന്നല്ല, ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഓക്കെ, പക്ഷേ കാണുമ്പോൾ ഒറിജിനൽ പോലെ തോന്നുകയാണ്. ഓക്കെ,
പക്ഷെ എന്നാലും നല്ല സ്പീഡുണ്ട് കേട്ടോ. അതാണ് ഓക്കെ. നമുക്കപ്പോൾ ഇതും എടുത്തോണ്ട് നേരെ കത്തിച്ച് വിടാം. ഓക്കെ. അയ്യോ ആ ഫ്രണ്ടിൽ വേറെ കൊനിസ്. എൻ്റെ അമ്പോ, എൻ്റെ ഫ്രണ്ട് ബമ്പറുകളായി പോയി. ബെസ്റ്റ് ബാക്ക് ബമ്പറുകളായി പോയി. ഇതാണ് ഓക്കെ. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും ഈ വണ്ടി കൊണ്ട് നേരെ അതുകൊണ്ട് ഓക്കെ. ഇതാണ് കേസ് ആ ഒരു ലൊക്കേഷൻ. അല്ലെങ്കിൽ ഇവിടെ ഇച്ചിരി സീനാണ്. ഇവിടെ ഇച്ചിരി കുറച്ച് ബോഡി ഗാർഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ വണ്ടികളൊക്കെ സ്പെഷ്യൽ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അത് ലംബോർഗിനിയുടെ ഒരു വണ്ടിയാണ്. ഓക്കെ, അത് ഏത് വണ്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് അവിടെ എത്തട്ടെ ആദ്യം. ഓക്കെ ഓക്കെ, സൈഡിൽ കിടക്കണതാണ്. ഓക്കെ, നമുക്ക് ഈ കൊനിക്സൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വണ്ടി ഇവിടെ ഇടാം. ഓക്കെ, കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട്. ഓക്കെ, കണ്ടു കഴിഞ്ഞാൽ ഒറിജിനലൊന്നും തോന്നും, പക്ഷേ എവിടേക്കോ ഒറിജിനലിനെ പോലത്തെ ഒരു ലുക്കൊക്കെ അവിടെ തോന്നുന്നുണ്ട്. ഓക്കെ, അതെന്തെങ്കിലും ആവട്ടെ. ഓക്കെ ഗായ്സ്, ഇതാണ് ഗായ്സ് നമ്മുടെ വണ്ടി. ഓക്കെ, നമുക്ക് അടിച്ചു മാറ്റാനുള്ള അടുത്ത വണ്ടി ഇതാണ്. ഇത് നമ്മുടെ ലംബോർഗിനി ടെർസോയൊക്കെയാണ്. ഓക്കെ, ടെർസോയാണ്. ഓക്കെ, വേറെ ലെവലായിട്ടുള്ള വണ്ടിയാണ്. എൻ്റെ ആ ഇൻറ്റീരിയറൊക്കെ ഉണ്ട്, വേറെ ലെവലായിട്ടാണ് കേട്ടോ. എൻ്റെ മോനെ ഇതിൻ്റെ എൻജിനൊക്കെ ഉണ്ട്. സീനായിട്ടുണ്ട്. എൻ്റെ ഇൻറ്റീരിയറാണ് മോനെ പൊളി. ഒടുക്കത്തെ ലുക്ക് എന്ന് വെച്ചാൽ ഒടുക്കത്തെ ലുക്കാണ്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ ഒരു ഓറഞ്ച് പോലത്തെ എന്തോ ഒരു കളറാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് ഗോൾഡനാണ്. ഓക്കെ, ഈ വണ്ടി ലോക്കാണ്. ഓക്കെ, പക്ഷേ എന്തോടെ എന്തിനൊക്കെ ലോക്കാക്കി വെക്കണം. സാരല്ല, നമുക്ക് ഇതിൻ്റെ കീ കാര്യങ്ങളൊക്കെ പോയി എടുത്തിട്ട് വരാം. ഞാൻ വെടിയൊക്കെയാണ്. ഞാൻ ഡോറിലിട്ട് നല്ല വെടിയും കാര്യങ്ങളൊക്കെ വെക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി ഇതിൻ്റെ ഏതാണ് കീ കാര്യങ്ങളൊക്കെ പോയി എന്തായാലും എടുത്തിട്ട് എന്തായാലും വരാം. ഞാൻ തന്നെ കയറി പോയി എടുത്തിട്ട് വരാം. ഓക്കെ ഓക്കെ ഗായ്സ്, നമുക്കിങ്ങനെ ഫൈനലി ഇങ്ങനെ ടെർസയുടെ കീ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, മറ്റേ GTRൻ്റെയും മറ്റേ ലംബോർഗിനിയുടെയും കീ ഞാൻ എന്തായാലും വീട്ടിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, ലംബോർഗിനിയുടെ കീ അതിൻ്റെ അകത്തേനും ഉണ്ടായിരുന്നു കേട്ടോ. ആ സർവീസ് സെൻറ്ററിലുള്ള പൊട്ടെ ആ വണ്ടിക്കകത്ത് കീ വെച്ചിട്ട് ജസ്റ്റ് വണ്ടി ലോക്കും അല്ലായിരുന്നു. ഓക്കെ, അതതിന് സ്പെയർ ആണെന്ന് അറിയണം. എനിക്ക് ഒരു കീയെ കിട്ടിയുള്ളൂ. ഓക്കെ, GTRൻ്റെ ഒരു കീയെ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ ഓക്കെ, പക്ഷേ ഈ വണ്ടിക്ക് 2 കീ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ 2 കിട്ടി. ഓക്കെ, ഈ കാറിൻ്റെ ഓണർ 2 കീ എടുത്തുകൊണ്ടെന്ന് പറഞ്ഞു. പൊട്ടൻ തന്നെ. ഓക്കെ, ഒരു കീ വീട്ടിലേക്ക് കളയാൻ പകരം 2 കീ എടുത്തുകൊണ്ടെന്ന്. വീട്ടിലേക്ക് വല്ല കളനും എടുത്തോണ്ടോ അതുകൊണ്ടായിരിക്കും. ഓക്കെ, പക്ഷെ നമുക്കിതിൻ്റെ 2 കീ കിട്ടി. അയ്യോ ജസ്റ്റ് മിസ്. അയ്യോ എന്നെ ഇടിച്ചിട്ട് കൊന്നേ അവൻ. അയ്യോ സോറി ചേച്ചി, അറിയാതെ ഇടിച്ച. ഞാൻ അറിയാതെ ചേച്ചി ഇടിച്ച്. അതൊന്നും കുഴപ്പമില്ല. ഓക്കെ, എൻ്റെ മോൻ ഈ വണ്ടി സീനായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വെറും 2 വണ്ടിയും കൂടെ അടിച്ചാട്ടി കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം ഓക്കെയാണ്. ഓക്കെ, ലംബോർഗിനിയുടെ അടുത്ത കാറാണ്. ഓക്കെ, എൻ്റെ മോനെ ഒടുക്കത്തെ ലുക്കായിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ടൊക്കെ. നമുക്കിപ്പോൾ ഇത് നേരെ അവിടെ കൊണ്ടിടാം. അയ്യോ ഈ വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്ട് എടുക്കാൻ പറ്റില്ല. വണ്ടിക്കൊന്ന് പറഞ്ഞൂടെ? ഈ കാറിന് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. അതുകൊണ്ട് ഇതേപോലത്തെ റൂട്ടിലൊന്നും നേരെ പോകില്ലേ വണ്ടി. പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല റൂട്ടുകളൊക്കെ വണ്ടി പോകും. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ട് നേരെ പോകാൻ വേണ്ടിയിട്ടാണ് സൂപ്പർ എടുത്ത് ഞാൻ അങ്ങോട്ട് നീക്കിയിട്ട്. ഓക്കെ, മിക്കവാറും അനിയത്തിയുടെ വണ്ടി കുറച്ച് നീക്കേണ്ടി വരും. കാരണം വെച്ചാൽ നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങ് വണ്ടി അങ്ങ് ഇടാം. ഓക്കെ, അതിനങ്ങ് മാറ്റിയിടാം. ഓക്കെ, എൻ്റെ കീ ഒന്നും എൻ്റെ കയ്യിലില്ല. ആ വണ്ടി ലോക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, ഞങ്ങളെല്ലാ ദിവസവും രാവിലെ എല്ലാ വണ്ടിയുടെ ലോക്ക് മാറ്റും. കാരണം വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാൽ പെട്ടെന്ന് പോകണ്ടേ. എല്ലാ വണ്ടിക്കും പുഷ് ബട്ടൺ സ്റ്റാർട്ടുണ്ട്. ഓക്കെ, താറിനും സ്കോർപ്പിയോയ്ക്കും പുഷ് ബട്ടൺ സ്റ്റാർട്ടില്ല. ഓക്കെ, ബാക്കിയെല്ലാം സ്പോർട്സ് കാറിനുണ്ട്. ഓക്കെ ഉണ്ട്. ഇതൊന്നും ലോക്കല്ല, ഇതിൻ്റെ കീയൊക്കെ അകത്താണ്. ഓക്കെ, ഇതിന് പുഷ് ബട്ടൺ സ്റ്റാർട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചുമ്മാ സ്റ്റാർട്ട് ചെയ്തത്. ഇതിനടുത്ത് അങ്ങ് ഒതുക്കിയിടാം. ഓക്കെ, നമുക്ക് അങ്ങോട്ടിടാം ഇതിനെ. ഓക്കെ, ഇടിക്കല്ലേ. ഞാൻ ഇന്നലെ വാങ്ങിച്ചു കൊടുത്തേ ഉള്ളൂ, അപ്പം തന്നെ തട്ടി. നമുക്ക് ഇതിനടുത്ത് ഇതിൻ്റെ ബാക്കിയിടാം. ഓക്കെ, നമുക്ക് അല്ലെങ്കിൽ GTRൻ്റെ പുറകിടാം. ഓക്കെ, ഞാൻ അങ്ങനെ GTRൻ്റെ ബാക്കിലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ആ ഒരു നമ്മുടെ അനിയത്തിയുടെ ലംബോർഗിനി. ഓക്കെ, കാരണം നമുക്ക് ഇതിനടുത്ത് അങ്ങോട്ട് നീക്കി ഇടണം. അതിനായിട്ടാണ്. ഓക്കെ, നമുക്കിനി അടുത്ത വണ്ടിയും കാണൊക്കെ എടുക്കാം. അടുത്ത വണ്ടിയും കാര്യങ്ങളൊക്കെ ഒരു വേറെ ലെവലായിട്ടുള്ളൊരു ചാത്ത വണ്ടിയാണ്. ഓക്കെ, കാണിച്ചു തരാം ഞാൻ. ഓക്കെ, ഇതാ പിന്നെയും കൊനിക്സൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്. ഓക്കെ, നമുക്ക് ഇത് എടുത്തുകൊണ്ട് തന്നെ പോവാം. ഇപ്രാവശ്യം അയാൾ അടിക്കണം, അതല്ലാതെ വണ്ടി എടുക്കണം. ഇവിടെ നിൽക്കണോ?
അയ്യോ എൻ്റെ പൊന്നു മോനെ, ലിഫ്റ്റ് ചോദിച്ചാൽ ഞാൻ പറയുമല്ലോ, എന്തിനാ നീ ഇങ്ങനെ എടുത്തിട്ട് ഇടിക്കണം. അയ്യോ എൻ്റെ കോയിൻസേക്ക്, അയ്യോ എൻ്റെ വണ്ടി അടിച്ചോട്ടിക്കൊണ്ടോണേ അവൻ, അയ്യോ അയ്യോ എൻ്റെ വണ്ടിയെ. ഒന്ന് മിണ്ടായിരിക്കടോ, ഇവിടെ അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകണം അയാളുടെ ഒരു വണ്ടി ഓടോ. ഓക്കെ, നമ്മളങ്ങനെ അയ്യോ ഇതിൻ്റെ എല്ലാ പാർട്സുകളായി പോയി. അതൊന്നും ഒരു കുഴപ്പമില്ല, നമുക്കിത് എടുത്തോണം കത്തിച്ചോട്ടെ. വണ്ടിയായ പൊളിയും ഇളവും നശിക്കും, പക്ഷെ അതൊന്നും ഒരു വിഷയമേ അല്ല. ഓക്കെ ഓക്കെ, അടുത്ത ലൊക്കേഷനുകളൊക്കെ ഇവിടെയാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഒരു വണ്ടി ഒളിപ്പിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. യെസ് ഗൈസ്, അതെന്ന് വെച്ചാൽ ഒരു പോർഷയാണ്. ഓക്കെ, എനിക്ക് നേരത്തെ അറിയാമായിരുന്നു, ഞാൻ സർപ്രൈസ് ആയിട്ട് കൊടുത്താണ്. ഓക്കെ, ആ വണ്ടി എടുക്കണമെങ്കിൽ കുറച്ച് സ്ഥലം വേണം, അതുകൊണ്ടാണ് ഇതിൻ്റെ ബാക്കിയിട്ട്. ഓക്കെ, എൻ്റെ മോനെ വിഷയം വണ്ടിയാണ് ഗൈസ്, അതെന്ന് വെച്ചാൽ. ഓക്കെ, ഓ പോർഷെ സീൻ വണ്ടി, ഒന്നും പറയില്ല. ഓക്കെ, നമ്മുടെ 4ാമത്തെ വണ്ടി ഇതാണ്. എൻ്റെ മോനെ സൂപ്പർ വണ്ടിയാണ്, ഇൻസ്ട്രുമെൻ്റ് കസ്റ്റമേക്കാളും സൂപ്പറായിട്ട് വർക്ക് ചെയ്യണം. ഓക്കെ, പോർഷൻ നൈസാനുണ്ട്. ചിലപ്പോൾ ഇതെടുക്കും കേട്ടാ, കാരണം ചില നമ്മളതിൽ ഒരു റെഡ് വണ്ടിയില്ല, നമ്മളതിൽ ആകെയുള്ള നമ്മുടെ ആ സ്പ്ലെൻഡർ. ഓക്കെ, അത് റെഡാണൊക്കെ, പക്ഷെ അത് ബൈക്കല്ലേ, കാറിൽ റെഡില്ല. ഓക്കെ, പക്ഷെ എനിക്ക് ടർസോ നല്ല ഇഷ്ടപ്പെട്ടു. ഓക്കെ, ചിലപ്പോൾ 2 എടുക്കും, ബാക്കിയൊക്കെ അങ്ങ് വിൽക്കാം. ഓക്കെ, ബാക്കിയൊക്കെ അങ്ങ് ലെസ്റ്ററിൻ്റെ കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ അങ്ങ് എവിടെയെങ്കിലും കൊണ്ട് വിൽക്കാം. ഓക്കെ, വിറ്റാൽ നല്ല പൈസ കിട്ടും. ഓക്കെ, നമ്മളതിൽ നിറയെ ക്യാഷും പൈസയും നമ്മൾ വലിയ കോടീശ്വരനൊക്കെയാണ്, പക്ഷേ നമ്മൾ പിന്നെ ഇതേപോലെ അടിച്ചു വരും ഗൈസ്. അതാണ് ഗൈസ് നമ്മളുടെ ഒരു പ്ലസ് പോയിന്റ്. ഓക്കെ ഓക്കെ, നമുക്കിനി ഒരു വണ്ടിയും കൂടെ അടിച്ചു പറ്റിയത്. അത് ഏത് വണ്ടിയെന്ന് എനിക്കറിയാം. അതെന്ന് വെച്ചാൽ ഒരു കിടുക്കാച്ച, അയ്യോ ബെസ്റ്റ് പണിപ്പാളി ഗൈസ്, നമ്മുടെ പോർഷെ ആക്സിഡൻ്റ് ആയേക്കാണ്. അയ്യോ ഈ വണ്ടി തവിട് പൊടിയായല്ലോ. നമുക്കൊരു കാര്യം ചെയ്യും, വണ്ടിയെ റിപ്പയർ ചെയ്തിട്ട് വരാം. ഓക്കെ, ഇങ്ങനെ പൊളിഞ്ഞ അവസ്ഥയിൽ വീട്ടിൽ കയറ്റണം. ഓക്കെ, നമുക്കിത് പോയി റിപ്പയർ ചെയ്തിട്ടെന്നാലും പെട്ടെന്ന് എന്തായാലും വരാം ഗൈസ്. ഓക്കെ ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മളെന്തായാലും കാറുകളൊക്കെ ഫുള്ളായിട്ട് എന്തായാലും റിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ വണ്ടി ഏതോ ഒരു വണ്ടിയുടെ ഡോറിലോ എന്തിലോ കൊണ്ട് ഇടിച്ച് തെറിച്ച് വീണാണ്. ഓക്കെ, അത് കുഴപ്പമില്ല. ഓക്കെ, ഞാൻ എന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും ഈ വണ്ടികളൊക്കെ എന്തായാലും റിപ്പയർ കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്കെന്തായാലും നൈസായിട്ട് ഇതെന്തായാലും എടുത്ത് അങ്ങോട്ടിടാം. ഓക്കെ, ഓ പിന്നെ ഇടിച്ച, ഇപ്പം റിപ്പയർ ചെയ്തതേ ഉള്ളൂ, അപ്പം തന്നെ ഇടിച്ച്, അത് കുഴപ്പമില്ല. ഓക്കെ, ഓ പോ, അയ്യോ ഇത് പോണില്ല, സ്റ്റക്കായി. അയ്യോ പടിപാളി, പോർഷെ സ്റ്റക്കായി. ചേ എന്തോണടേ, ഈ സ്കോർപ്പിയോ ഞാൻ നീക്കിയിട്ട്. ഓക്കെ, നമുക്ക് തിരിച്ചതെടുക്കാം. ഓക്കെ, ഞാനല്ലേ ഈ താറ് സ്കോർപ്പിയോ ഒന്ന് ഒതുക്കിയിടട്ടെ, ഫസ്റ്റ് ഇതെടുത്ത് ഒതുക്കിയിടട്ട്. ഞാൻ ഫ്രണ്ടിൽ കൊണ്ടിട്ടേ വണ്ടി. ഇയാളെന്ത് കാണിക്കണ, വണ്ടിയുടെ ഡോർ തുറന്നിട്ട് പിന്നെ അടക്കണേ, മണ്ടൻ തന്നെ ഇയാൾ, കോമഡി തന്നെ. നമുക്ക് ഇതിനടുത്ത് ഇങ്ങോട്ടിടാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇപ്പം തന്നെ ഈ വണ്ടിയിൽ അത്യാവശ്യം ഒരങ്ങി. ഓക്കെ, താറ് പക്ഷെ വലിയ കുഴപ്പമില്ല, എന്നാലും നമുക്ക് അതും കൂടെ നീക്കിടാം. ഓക്കെ, നമുക്ക് താറിനെ എടുത്ത് ഇങ്ങോട്ടിടാം. ഓക്കെ, ഇപ്പുറത്തെ സൈഡിൽ എടുത്തിടാം. ഓക്കെ, നമുക്കപ്പം താറിനെ എന്തായാലും ഇങ്ങടുത്ത് എന്തായാലും പാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കിടക്കട്ടെ തൽക്കാലത്തേക്ക്, ഇപ്പം പിന്നെ എടുത്ത് മാറ്റാം. ഓക്കെ ഓക്കെ, ഇപ്പം കുഴപ്പമില്ല, ഇപ്പം വഴി തടസ്സമല്ല. ഓക്കെ, ഈസിയായിട്ട് എടുത്തോണം. മറ്റേതാണെങ്കിൽ വണ്ടിയൊക്കെ ഉരങ്ങി ഒരു പരിപാടി ഇടിച്ചിടിച്ച്, കോമഡിയാണ് മക്കളെ. ഓക്കെ, നമുക്കിപ്പോൾ എന്തായാലും വണ്ടി കണക്ക് നൈസായിട്ട് എടുത്ത് അങ്ങോട്ടിടാം. ഓ പിന്നെ ഇതിൻ്റെ ഡോറ് വേണം, കുഴപ്പമില്ല. ഓക്കെ 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 ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഇതും കൂടെ അങ്ങെടുത്തങ്ങ് തട്ടണമല്ലോ ഫുള്ള്. ഓക്കെ, ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. ഓക്കെ, അതെന്ന് വെച്ചാൽ ഒരു ചാത്ത വണ്ടിയാണ്. ഓക്കെ, ചിലവരുടെയൊക്കെ ഫേവറേറ്റ് വണ്ടി കൂടെയാണ്, ചിലവരുടെ അല്ല എല്ലാവരുടെയും ഫേവറേറ്റ് വണ്ടിയാണ്. ഓക്കെ,
എൻ്റെയും ഒരു ഫേവറേറ്റ് വണ്ടിയാണ്. പക്ഷെ എൻ്റെ ബെസ്റ്റ് ഫേവറേറ്റ് വണ്ടികളൊക്കെ നമ്മുടെ സ്വന്തം നിസാൻ GTR ആണ്. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്കെന്നാലും നേരെ എന്നാലും അങ്ങോട്ട് എന്നാലും പോവാം. ഓക്കെ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്ലൂ തരാം വണ്ടികളൊക്കെ ഏതാണെന്ന് പറയാൻ. ആ വണ്ടി സത്യത്തിൽ നമ്മുടെ വീട്ടിലുള്ളൊരു വണ്ടിയാണ്, മനസ്സിലായ? ഓക്കെ അതേതാന്ന് നിങ്ങൾ എന്തായാലും ഗസ് ചെയ്താറോ. ഒരു കിടിലൻ വണ്ടിയാണ്, ഒരു ചാത്ത വണ്ടിയാണ്. ഓക്കെ ആ വണ്ടി ഒരു ഓറഞ്ച് കളറാണ്, സ്പെഷ്യൽ ഓറഞ്ചാണ്. ഓക്കെ എടോ നിൽക്കടോ, എന്നെയും കൂടെ കയറ്റിക്കൊണ്ടോണോ? താനാറോ? അയ്യോ എന്നതാ ചവിട്ടി പുറത്താക്കി, അയ്യോ എൻ്റെ ലംബോർഗിനി, അയ്യോ എൻ്റെ കാറ്. ഒന്ന് പോടാ, ഇയാളുടെ ഒരു ലംബോർഗിനി. ഞങ്ങളിവിടെ അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോകണം, അപ്പം അയാളുടെ ഒരു ലംബോർഗിനി നമുക്ക് കത്തിച്ചുവിടാം. ഓക്കെ അയ്യോ ഇവിടെ റോട്ടിൽ ഫുള്ള് വണ്ടികൾ. ഇതെന്തോണ്? അയ്യോ വണ്ടി തലോത്തരയൊക്കെ പറഞ്ഞേ അമ്മച്ചി. ഇടിച്ച് വണ്ടി കൊണ്ട് വകയ്ക്ക് കൊള്ളില്ല, ഫുള്ള് ഡാമേജ്. ഇതെന്തോണ്ടേ ഫുള്ള് ഇടിയാണല്ലോ. നമുക്കിതോടത്തോടെ നേരെ പോകെ, ആ വണ്ടി കൂടെ അടിച്ചാറ്റിട്ട് നമുക്കൊക്കെ പോവാം. ഓക്കെ അപ്പോൾ നമുക്കെന്തായാലും പെട്ടെന്ന് തന്നെ നേരെ അങ്ങോട്ടൊക്കെ പോവാം. ഓക്കെ വണ്ടി ഫുള്ള് കംപ്ലൈൻ്റ് കേട്ടോ. ഓക്കെ ആ വണ്ടി ഇങ്ങോട്ടാണ്. ഓക്കെ ഓക്കെ ആ വണ്ടികളൊക്കെ ഉള്ളത് നമ്മുടെ ഇവിടുത്തെ പാർക്കിലും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ പാർക്ക് അവിടെയാണ്. ഓക്കെ നമ്മുടെ ഇവിടുത്തെ മറ്റേ നാഷണൽ പാർക്കിലെ കേസ് അവിടെയാണ്. ഓക്കെ അവിടെയാണ് ആ ഒരു വണ്ടികളൊക്കെ ഉള്ളത്. ഓക്കെ ഓക്കെ നിങ്ങൾ ആ വണ്ടി ഇപ്പോൾ കണ്ട് കാണുമായിരിക്കും. ഓക്കെ ഇതാണ് ഗൈസ് കാർ. ഓക്കെ യെസ് ഇതാണ് ഗൈസ് ആ കാർ. ഓക്കെ ഇതോടെ കിടക്കട്ടെ. ഓക്കെ ഇത് വല്ലവൻ്റെ വണ്ടിയല്ലേ എൻ്റെ മോനെ, ടൊയോട്ടയുടെ സൂപ്പറാണ് ഗൈസ് ആ കാർ. ഓക്കെ പ്ലേസ് ഇത് ലോക്കാവല്ലേ? ഓ ലോക്കല്ല. ഇതിൻ്റെ അത് 2 കീ കിടക്കുന്നത്. ഹൈ കൊള്ളാം ഗൈസ്. ഈ കാറിൻ്റെ അകത്തില്ലേ 2 കീ കിടക്കുന്നത്. ഈ കാറിൻ്റെ ഓണർ പൊട്ടം തന്നെ, വണ്ടി ലോക്ക് ചെയ്തതും ഇല്ല, കീ ആത്തിട്ടിട്ട് പോയി മണ്ടേ. ഓക്കെ ഇതിൻ്റെ അകത്ത് നല്ല 2 കീ കിടപ്പുണ്ട്, അതോടെ കിടക്കണം. നമ്മൾ പുഷ് ബട്ടൺ വെച്ചിട്ടാണ് ഓണാക്കി. ഓക്കെ എൻ്റെ മോനെ ഇതൊരു വിഷയം വണ്ടിയാണ് കേട്ടോ. ഇത് നമ്മുടെ ടൊയോട്ട സൂപ്പറ MK5 ആണ്. ഓക്കെ അതായത് നമ്മുടെ മാർക്ക് 5. ഓക്കെ നമ്മളിന്ന് എടുത്തത് ലംബോർഗിനി ടെർസോ, ലംബോർഗിനി ഹുറാക്കൻ, പിന്നെ ടൊയോട്ട സൂപ്പറ, നിസാൻ GTR, പിന്നെ പോർഷെ. അയ്യോ മറിയല്ലേ അയ്യോ കണ്ട. ഓ സൂപ്പറുടെ ഗ്ലാസ് കിട്ടി, അത് കുഴപ്പമില്ല. ഒരു ഗ്ലാസ്സിനായിട്ട് എന്തിനാ ഞാൻ സർവീസ് സെൻറ്റർ വരെ കൊണ്ടുപോകണം, അതൊന്നും ഒരു കുഴപ്പമേ അല്ല നമുക്കൊക്കെ. അപ്പോൾ നമുക്കെന്തായാലും നേരെ എന്തായാലും അതുകൊണ്ട് അല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഗ്ലാസ്സും കൂടെ മാറ്റിയിട്ട് വരാം. ഓക്കെ നമുക്കപ്പോൾ ഇതിൻ്റെ ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് വരാം. ഓക്കെ ചെറിയ തട്ടലും കൂടെ തട്ടി. ഓക്കെ ഒറിജിനൽ ഗോൾഡ് ഒന്നല്ല, എന്നാലും നമുക്ക് പോയി ഗ്ലാസ്സൊക്കെ മാറ്റിയിട്ട് എന്നാലും പെട്ടെന്ന് എന്തായാലും വരാം. ഓക്കെ ഗായ്സ് അങ്ങനെ നമ്മുടെ സൂപ്പറയുടെ ഗ്ലാസ്സുകളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ ഗ്ലാസ് നല്ലൊരു പൊട്ടലുകളൊക്കെ ആയിരുന്നു. ഗ്ലാസ് മാത്രമല്ല എയർ ബാഗും ചെറുതായിട്ട് ചാടിയിരുന്നു. ഓക്കെ അതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ എന്തിനാണ് ചുമ്മാ ഒരു വണ്ടിയെ ഇടിച്ചിരിക്കണ രീതിയിൽ കൊണ്ടുപോകണം, അതുകൊണ്ട് ഞാൻ വണ്ടി അങ്ങനെ നൈസായിട്ട് അങ്ങ് ശരിയാക്കി. ഓക്കെ ഇനി ഓക്കെയാണ്. ഓക്കെ ഇനി നമുക്ക് വണ്ടി എടുത്ത് നേരെ അങ്ങോട്ട് ഇടാം. ഓക്കെ ഇവിടെ വണ്ടി ഫുള്ള് ഇനി ആയിട്ട് വന്നു. ഓക്കെ ഓ എനിക്ക് സൂപ്പറേ എടുക്കാൻ തോന്നണേ, ലംബോർഗിനി എടുക്കാൻ തോന്നണേ, പോർഷെ എടുക്കാൻ തോന്നണേ, ടെർസോ എടുക്കാൻ തോന്നണം. ഓക്കെ GTR എടുക്കാൻ തോന്നുന്നുണ്ട്, വെച്ചാൽ കളർ നൈസായിട്ട്. ഓക്കെ നമ്മളതിലുണ്ടായിരുന്ന ആ കളർ തന്നെയായിരുന്നു, പക്ഷേ നമ്മളതെടുത്തങ്ങ് മാറ്റി. ഓക്കെ അത് പക്ഷെ കുഴപ്പമില്ല. ഓക്കെ നമുക്കപ്പം എന്തായാലും ഈ ഒരു വണ്ടികളൊക്കെ ഇനി ഇവിടെ പാർക്ക് ചെയ്യാം. ഓക്കെ അങ്ങനെ നമ്മളങ്ങനെ ഇന്നത്തെ നമ്മുടെ കാർ കളക്ഷൻസൊക്കെ ഇതാണ്. ഓക്കെ കാർ കളക്ഷൻ എന്നല്ല, നമ്മൾ അടിച്ചു മാറ്റിയ വണ്ടികളാണ്, അത് പിന്നെ വേറെ കേസാണ്. ഓക്കെ ഇതൊക്കെയാണ് ഗെയ്സ് നമ്മളെന്തായാലും ഇന്ന് അടിച്ചു മാറ്റിയ ടൊയോട്ട സൂപ്പറ MK5, പോർഷെ, ലംബോർഗിനി ടെർസോ, ലംബോർഗിനി ഹുറാക്കൻ, പിന്നെ നിസാൻ GTR. GTRും ഈ ഒരു ഹുറാക്കനും സൂപ്പറും നമ്മുടെ വീട്ടിലുണ്ട്, പക്ഷേ അതിൽ GTR മാത്രമാണ് നമ്മുടെ സൂപ്പറും ഹുറാക്കനും അനിയത്തിയുടെ. ഓക്കെ അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ഞാൻ എടുക്കുന്നതാണ്. എനിക്ക് പക്ഷെ കൂടുതൽ ഇഷ്ടം ഈ കാണുന്ന ടെർസയാണ്. ഓക്കെ പക്ഷെ നമ്മളെല്ലാം റെഡ് വണ്ടിയില്ല, അതുകൊണ്ട് ഇതെടുക്കാൻ തോന്നുന്നത്. ഈ ഹുറാക്കിന് നൈസാണ് കേട്ടോ, ഇതിന് അത്യാവശ്യം നല്ല സ്പീഡാണ്. ഓക്കെ ഇതെനിക്ക് തോന്നുന്നു അനിയത്തിൻ്റെ വണ്ടിയേക്കാളും കൂടുതൽ പവറുള്ളത് ഇതിനാണെന്ന് തോന്നുന്നു. ഇത് കുറക്കണം അതിനേക്കാളും കൂടിയതാണെന്ന് തോന്നുന്നു. ഓക്കെ എനിക്കറിയത്തില്ല. ഓക്കെ നമുക്ക് എന്തായാലും ഏതെങ്കിലും ഒന്ന് എടുക്കാം ഇതിൽ നിന്ന്. ഓക്കെ ഇതെല്ലാം നൈസ് വണ്ടികളും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ അപ്പം
അടുത്തൊരിക്കലും വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് ഗൈസ്. ഓക്കെ.